കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി ഇന്റർവ്യൂവിന് ഇറങ്ങാൻ നേരം സുഭാഷ് അവളോട് പ്രാർത്ഥിക്കാനായി പറയുകയാണ്. അവൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും സുധീഷും അവളുടെ കൂടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോഴേക്കും അല്ല, സുഭാഷ് ഏട്ടൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ലീവാണെന്ന് സുഭാഷ് പറയേ അതെന്തു പറ്റി? പണി മുടക്കാത്തതാണല്ലോ എന്ന് ഹരീഷ്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് കയറിപ്പോ എന്തു പറ്റിയടാന്ന് ഹരീഷ് നികേഷിനോട് ചോദിക്കുക. ഒരു പിടിയുമില്ല, മൊത്തത്തിൽ മൂഡ് ഓഫ് ആണല്ലോ എന്ന് നികേഷും. അടുക്കളയിലെത്തിയ സുഭാഷും സുനന്ദയെ തലേദിവസം വിവാഹ വേഷത്തിൽ കണ്ട കാര്യമെല്ലാം ഓർത്തെടുക്കുകയാണ്. നിറ കണ്ണുകളോടെ തന്നെ നോക്കിയ സുനന്ദയെ ഓർക്കെ സുഭാഷിന്റെ കണ്ണുകളും നിറയുകയാണ്. പിന്നീട് സുധീഷ് നിധിയെയും കൊണ്ട് കമ്പനിയിലെത്തുന്നതാണ് കാണിക്കുന്നത്. നിധി അവനോട് യാത്ര പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി പോവാൻ തുടങ്ങുന്നേരം വീണ്ടും തിരികെ വന്ന് അതെ, അന്ന് കാത്തുനിന്ന പോലെ ഇന്നു കാത്തു നിൽക്കണ്ട കേട്ടോ, പോയിക്കോളൂ എന്ന് പറയേ എന്റെ നിധി ഇന്റർവ്യൂവിന് പോകുമ്പോഴേ അതിന്റെ കാര്യങ്ങൾ ആലോചിക്കുക, അല്ലാതെ പുറത്ത് ഞാൻ ഇവിടെ വേവലാതിയോടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് പോയാലേ ഇവിടെ പോകുമ്പോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് സുധീഷും. കേൾക്കേ നിധിയും സ്ട്രിക്റ്റ് ആയി ഹലോ, എനിക്ക് അങ്ങനെയുള്ള ഒരു വേവലാതിയുമില്ല, എനിക്ക് വേണ്ടി വെറുതെ കാത്തുനിന്നിട്ട് നിങ്ങളുടെ ഉള്ള പണി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച എന്നവൾ പറയേ സുധീഷും ഒരു ചിരിയോടെ സാരമില്ല, നിധിക്ക് പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ നമുക്ക് എന്ന് പറയേ അവളും സംശയത്തോടെ അവനെ തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽപ്പാ. അയ്യോ അതല്ല, ഇടയ്ക്ക് വേണമെങ്കിൽ എനിക്കൊന്ന് കാണാൻ ചോദിക്കാലോന്നാ ഞാൻ ഉദ്ദേശിച്ചു എന്ന് സുധീഷ് പറയേ അങ്ങനെ ഒരുപാട് ഉദ്ദേശിക്കണ്ട, ചിലപ്പോ സങ്കടപ്പെടേണ്ടി വരും എന്ന് നിധിയും. ഓ നിധി 15 മിനിറ്റുള്ളൂ കേട്ടോ, വേഗം പോയിട്ട് വാ എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുക. അവളും വാച്ചിൽ ടൈം നോക്കിക്കൊണ്ട് ശരിയാ അപ്പോ ബൈ, ഞാൻ വീട്ടിലേക്ക് വന്നോളാം കേട്ടോ, ശരിയെന്ന് പറഞ്ഞ് അവൾ പോവുകയാ. വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സുധീഷും കാറിൽ തന്നെ ഇരിപ്പാ. പിന്നീട് തന്റെ റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന സുനന്ദയാണ് കാണിക്കുന്നത്. അവൾ എഴുന്നേറ്റ് ലിവിംഗ് റൂമിലെത്തുമ്പോഴേക്കും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന തന്റെ കുടുംബത്തെയും അശ്വിന്റെ കുടുംബത്തെയും കാണുകയാ. അശ്വിൻ ഗംഗാധര മാമനോടായി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല മാവ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാവുന്നതല്ലേ, അതുകൾക്ക് ധനശേഖരനും ഇവിടെയുള്ളവർക്ക് നോക്കുമ്പോ അങ്ങനെയല്ലേ, ദുബായ് വലിയ സ്ഥലം, നമ്മളവിടെ സുഖിച്ച് ജീവിക്കുവാന്നാ ഇവരുടെയൊക്കെ സങ്കല്പം, നമ്മൾ പെടുന്ന പാട് നമുക്കല്ലേ അറിയാവൂ എന്ന് പറഞ്ഞ് ധനശേഖരൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അപ്പോഴാണ് അവർ അവിടെ നിൽക്കുന്ന സുനന്ദയെ കാണുന്നത്. അവളെ കാണേ ഗംഗാധരൻ മാമനും മോളെ അശ്വിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇറങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാമെന്നാ പറയുന്നത് എന്ന് പറയാ അശ്വിന്റെ അമ്മയും പറയുന്നുണ്ട്. ദിവസം നോക്കിയപ്പോ നാളെയാണ് പെൺകുട്ടിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റിയ സമയം എന്ന് പറയേ ദേ നാളെ പോയാലേ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞാലേ അശ്വിൻ നിന്നെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, പിന്നെ ജീവിതം തന്നെ മാറാൻ പോവുകയാ. പിന്നെ ദേ നോക്കിയേ ഈ ഗംഗാധരൻ മാമനെയൊക്കെ ഓർമ്മ വേണം കേട്ടോ മോളെ എന്ന് പറയേ. അശ്വിനും വളർത്തി വലുതാക്കിയവരൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റും അമ്മാവ എന്ന് അമ്മാവനോടായി ചോദിച്ച് അല്ലേ സുനന്ദ എന്ന് ചോദിക്കുന്നുണ്ട് അശ്വിൻ. അപ്പോഴേക്കും ലളിത അവർക്ക് ജ്യൂസുമായി എത്തുകയാ. അശ്വിന് കൊടുക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടമ്മേ, വയർ ഫുള്ളായെന്ന് അശ്വിനും. ജ്യൂസ് അല്ലേ മോനെ കുടിക്കെന്ന് ലളിത നിർബന്ധിക്കുമ്പോഴേക്കും അശ്വിനും എടുക്കുകയാ. ഒരു ഗ്ലാസ് ജ്യൂസുമായി ലളിത റൂമിന്റെ ഡോറിനരികിൽ നിൽക്കുന്ന സുനന്ദയുടെ അടുത്തേക്ക് ചെന്ന് കൊടുക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടെന്ന് സുനന്ദയും. പോവാനുള്ള പെട്ടിയൊക്കെ ഒരുക്കി വെച്ചോ മോളെ എന്ന് ലളിത ചോദിക്കെ സുനന്ദയും ഒന്നും മിണ്ടാതെ നിൽപ്പാ. ലളിതയും ടെൻഷനോടെ കാര്യം പെൺമക്കളെ കെട്ടിച്ചയക്കണം, പക്ഷേ ഇവൾ ഇവിടുന്ന് പോകുന്നു ഓർക്കുമ്പോ ഒരു വിങ്ങല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അയ്യോ ഇപ്പോഴേ നീ കരയല്ലേ ലളിത, നാളെ ഇവരിവിടുന്ന് ഇറങ്ങുമ്പോ കരയണ്ടേ, ഒരു ശകലം ബാക്കി വെച്ചേക്ക് ലളിത എന്ന് പറഞ്ഞ് ധനശേഖരൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും കൂടെയുള്ളവരും ചിരിക്കുകയാണ്. അതുകൾക്ക് അശ്വിന്റെ അമ്മയും അമ്മമാർക്ക് കരച്ചിലൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം എന്ന് പറയേ സങ്കടത്തോടെ അതാണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് ലളിതയും. അതുകൾക്ക് അശ്വിനും സുനന്ദയ്ക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് ആർക്കും എപ്പോ വേണേലും അങ്ങോട്ടും വരാം, എന്നേക്കുമായി പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കേ അതൊക്കെ ശരിയാ മോൻ, എന്നാലും ഇത്രയും നാളും കൺവെട്ടത്തുണ്ടായിരുന്ന ഒരാളെ വിട്ടു പോവില്ലേ, അതോർക്കുമ്പോഴാ സങ്കടമെന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ ലളിതയും പറയുക. അപ്പോഴാണ് സുനന്ദ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് അമ്മയോടായി ചോദിക്കുന്നത്. പുറത്തു പോവാനോ എന്തിനെന്ന് അമ്പരപ്പോടെ ലളിത ചോദിക്കേ. ഭാസ്കരൻ മാമന്റെ വീട്ടിലൊന്ന് പോണം എന്നവൾ പറയുന്നത് കേൾക്കെ ലളിത പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും അല്ല അതിപ്പോ എന്തിനാ അങ്ങോട്ട് പോകുന്നേന്ന് ഗംഗാധരൻ മാമനും. ഭാസ്കരൻ മാമന്റെ മക്കളുടെ കൂടെയാ ഞാൻ കളിച്ചു വളർന്നത്, കല്യാണത്തിന് അവരുണ്ടായിരുന്നില്ല, ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരട്ടെ എന്ന് സുനന്ദ ചോദിക്കേ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ധനശേഖരനും. അതെ, കല്യാണം കഴിഞ്ഞ പെണ്ണ് അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലെന്ന് ഗംഗാധരൻ മാമനും. കുട്ടികൾക്ക് സുനന്ദയും ഇനി എന്നാ തിരിച്ചു വരാന്നറിയില്ല, വന്നാൽ തന്നെ അങ്ങോട്ട് പോവാനും സാധ്യതയില്ല, ഞാൻ ഒന്ന് പോയി യാത്ര പറഞ്ഞിട്ട് വരട്ടെ അശ്വിൻ പ്ലീസ് എന്ന് സുനന്ദ അശ്വിനോടായി ചോദിക്കേ. അതിനെന്താ, ഒപ്പം കളിച്ചു വളർന്നവരോട് യാത്ര പറയുന്നത് ഒരു മര്യാദയല്ലേ, പോയിട്ട് എന്ന് സമ്മതിക്കെ ലളിതയും ഗംഗാധര മാമനുമെല്ലാം ആകെ വല്ലാതാവുകയാണ്. ലളിതയും പതർച്ചയോടെ അവരായിട്ട് നമുക്ക് അടുപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പൊ വെറുതെ, നീ പോണ്ട മോളെ എന്ന് പറയേ. നിങ്ങൾ വീട്ടുകാർ തമ്മിലല്ലേ വഴക്കുള്ളൂ, ഞാനും അവരും തമ്മിലില്ലല്ലോ, ഒന്ന് പോയി പറഞ്ഞിട്ട് വരാമെന്ന് സുനന്ദയും. അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലേ മോളെ എന്ന് അച്ഛൻ ചോദിക്കേ. അശ്വിന്റെ അച്ഛനും മോള് പോയിട്ട് വരട്ടെ, കല്യാണം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോവാൻ നേരത്ത്
ഇനി അങ്ങനെ ഒരു സങ്കടം വേണ്ട, പോയി വന്നോളൂ കുട്ടി എന്ന് സമ്മതിക്കെ താങ്ക്സ് പറഞ്ഞ് സുനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴേക്കും അശ്വിന്റെ അച്ഛനും അല്ലെങ്കിലും മുതിർന്നവർ തമ്മിലുള്ള വഴക്കും പിണക്കവും ഒന്നും പിള്ളേർ തമ്മിൽ കാണിക്കാറില്ല. അതും ഒരു കണക്കിന് നല്ലതാണെന്ന് പറയേ ടെൻഷനോടെ നിൽക്കുന്ന ലളിതയെ നോക്കി ധനശേഖരൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അത് കാണാൻ ലളിതയും അത് സമ്മതിച്ച് പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ട്രേ അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സുനന്ദ അപ്പോഴേക്കും നടന്ന് റോഡിലെത്തിയിരുന്നു. പിറകെ എത്തിയ ലളിതയും എടി നിക്കടി എന്ന് പറയുമ്പോഴേക്കും സുനന്ദയും അവിടെ നിൽക്കുകയാ. ലളിത അവളുടെ അടുത്തേക്ക് ചെന്ന് ഇനിയും നിനക്ക് അടങ്ങാനായിട്ടില്ലല്ലേ, ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും നിന്റെ ജീവിതം ഒന്ന് കരപറ്റിക്കാൻ നോക്കുമ്പോ നിനക്കത് നശിപ്പിച്ച് മതിയാവൂ അല്ലേ, മര്യാദയ്ക്ക് നടക്കടി വീട്ടിലേക്കെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും സുനന്ദയും ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് വിട് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കുകയാ. അത് കാണാൻ ലളിതയും എടി നിന്നെ ഇനി അവിടെ കണ്ട ആളുകൾ എന്തു പറയും, എടി നിന്റെ കല്യാണം കഴിഞ്ഞു പെണ്ണേ, നാണമില്ലല്ലോ നിനക്ക്, ആ വീട്ടിലെ അവനുമായിട്ട് നിനക്ക് അടുപ്പമുണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണമേ നടക്കില്ലായിരുന്നു, ഒരു തരത്തിൽ അത് നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോണോ നിനക്ക് എന്ന് അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുകയാ. അത് കേൾക്കെ സുനന്ദയും ദേഷ്യത്തോടെ മതി അമ്മേ നിർത്ത്, എന്നെ ആ വീട്ടിൽ കണ്ട നാട്ടുകാർക്കൊന്നും തോന്നില്ല, കാരണം നിങ്ങളോളം വിവരം കെട്ടവരല്ല അവര് എന്ന് പറയുമ്പോഴേക്കും അമ്മയും ദേഷ്യത്തോടെ ഡി എന്ന് വിളിക്കുന്നുണ്ട്. റോഡിൽ നിന്ന് ബഹളം വെച്ച് നിങ്ങൾ വെറുതെ നാറാൻ നിൽക്കല്ലേ, ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തലേന്ന് ആ വീട്ടിൽ പോയി നിന്നതാ ഞാൻ, ആ സമയത്ത് സുഭാഷേട്ടൻ ഇത്തിരി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു, നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാനും കഴിയില്ലായിരുന്നു, ആ പണി സുഭാഷേട്ടൻ ചെയ്തില്ല, പകരം എന്നെ ഉപദേശിച്ച് നിങ്ങളുടെ കൂടെ തിരിച്ചയച്ചു, അപ്പോഴത് ചെയ്യാത്ത സുഭാഷേട്ടൻ ഇനി എന്ത് ചെയ്യുമെന്ന് അമ്മ കരുതുന്നേ, അങ്ങനെ വൃത്തികേട് ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു, ശരിയാ എന്റെ വിവാഹം കഴിഞ്ഞു, അതെനിക്ക് നല്ല ബോധ്യവുമുണ്ട്, അടയാളമായി കഴുത്തിൽ ഈ താലിയുമുണ്ട്, എന്നാൽ എന്നെക്കാളും നിങ്ങളെക്കാളും ആ ബോധ്യമുള്ളത് സുഭാഷേട്ടനായിരിക്കും, ആ മനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല, ഇരുണ്ടൊരു കുഴിയാ നിങ്ങളുടെ മനസ്സ്, നല്ലത് കാണാനുള്ള വെളിച്ചം ആ കുഴിയിലില്ല, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ല, ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഞാൻ എന്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചാ പോകുന്നത്, എന്റെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അനുവദിച്ചൊരു കാര്യം ചെയ്യും, എനിക്കിനി നിങ്ങളുടെ സമ്മതം വേണ്ട, മനസ്സിലായല്ലോ എന്നുറപ്പിച്ച് പറഞ്ഞ് സുനന്ദ ഇവിടുന്ന് നടന്നു നീങ്ങുകയാ. പിന്നീട് ഇന്റർവ്യൂ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിധിയാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും ഓഫീസിനകത്തു നിന്ന് ഇന്റർവ്യൂവിന്റെ ഷോർട്ട് ലിസ്റ്റ് റിസപ്ഷനിൽ എത്തിക്കുന്നുണ്ട്. റിസപ്ഷനിസ്റ്റ് ആ ഷോർട്ട് ലിസ്റ്റ് നോക്കിക്കൊണ്ട് നിധി രാജീവ്, ക്രിസ്പിൻ ഫെർണാണ്ടസ് ഈ രണ്ടുപേർക്കൊഴികെ ബാക്കിയുള്ളവർക്ക് പോവാം എന്ന് പറയുന്നത് കേൾക്കെ നിധിക്കും സന്തോഷമാവുകയാ. നിധിയും ക്രിപ്സിനും റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും കൺഗ്രാറ്റുലേഷൻ, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് ഒരു HR റൗണ്ട് കൂടിയുണ്ട് എന്ന് പറയേ ഓക്കെ മാഡം എന്ന് നിധി വെൽക്കം, അപ്പോൾ നാളെ കാണാമെന്ന് അവർ പറയേ താങ്ക് യു പറഞ്ഞ് നിധിയും ക്രിപ്സിനും അവിടെ നിറങ്ങുക. ക്രിപ്സിൻ നിധിക്ക് കൺഗ്രാറ്റുലേഷൻ പറയുമ്പോഴേക്കും സെയിം ടു യു എന്ന് നിധി. HR ഇന്റർവ്യൂ അത്ര പ്രശ്നമുള്ള കാര്യമല്ല, ശമ്പളക്കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും, എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞു പോവുക. സുധീഷ് ആ സമയത്തും കാറിൽ നിറങ്ങി നിധിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയ നിധിയും സുധീഷിനെ അവിടെയെല്ലാം തിരയുമ്പോഴേക്കും അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്ന സുധീഷും അവളെ കണ്ട് ജോലി കിട്ടിയെന്ന് തോന്നുന്നല്ലോ, മുഖത്തെ സന്തോഷം വരട്ടെ, എന്നെ നോക്കുന്നുണ്ടോന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ അവളെ നോക്കി നിധിയും അവിടെ തന്നെ നിന്ന് സുധീഷിനെ അവിടെയെല്ലാം തിരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് സംശയത്തോടെ അവിടെയെല്ലാം നോക്കിക്കൊണ്ട് തന്റെ മൊബൈലെടുത്ത് സുധീഷിനെ വിളിക്കുക. അവനും മൊബൈലെടുത്ത് നിധിയാണ് വിളിക്കുന്നതെന്ന് കണ്ട് സന്തോഷത്തോടെ ഓഹോ അപ്പൊ നമ്മളോടും ഉള്ളിലൊക്കെ ഒരു പരിഗണനയുണ്ട് എന്ന് പറഞ്ഞ് കോൾ എടുത്തുകൊണ്ട് ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും ഹലോ സുധീഷേ എന്ന് നിധിയും ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് സുധീഷ് കൈ കാണിക്കുമ്പോഴേക്കും അവനെ കാണുന്ന നിധിയും സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് പോവുകയാണ്. അവൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആ മുഖം കണ്ടാൽ അറിയാം പറയാൻ പോകുന്നത് സന്തോഷ വാർത്തയാണ് എന്ന് സുധീഷ് പറയേ. ഞാൻ സുധീഷ് പോയി എന്ന് വിചാരിച്ചെന്ന് നിധി. ഞാൻ എങ്ങനെ പോവാനാ, നെഞ്ചുകിടന്ന് പടപടാന്ന് മിടിച്ചോണ്ടിരിക്കായിരുന്നു, എന്തായി എന്ന് സുധീഷ് ചോദിക്കേ. സെക്കൻഡ് റൗണ്ട് ക്ലിയർ ആയി എന്ന് സന്തോഷത്തോടെ നിധി. സുധീഷും സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് ഈശ്വര എന്ന് വിളിക്കും. ആക്ച്വലി ഈ ഇന്റർവ്യൂ ശരിക്കും ടഫായിരുന്നു, എനിക്ക് മുമ്പേ പോയവര് പലരും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും ഡൗൺ ആയിട്ടാ ഞാൻ അകത്തു കയറിയത്, എന്നാലും എന്നാൽ കഴിയുന്നത്ര കോൺഫിഡൻസോടെ ഉത്തരങ്ങൾ പറഞ്ഞു. പഠിച്ചതൊരു ചെറിയ കോളേജിലായതുകൊണ്ട് ആ പേര് പറഞ്ഞവർ ഒഴിവാക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ അവസാനം കിട്ടിയെന്ന് നിധി പറയേ. അപ്പോ ജോലി ഉറപ്പായോ എന്ന് സുധീഷും. ഇനി HR ഇന്റർവ്യൂ ബാക്കിയുണ്ട്, അത് പക്ഷേ എളുപ്പമായിരിക്കും, പാക്കേജിനെ പറ്റിയൊക്കെ സംസാരിക്കാനാവുമെന്ന് പറയുന്നു. ഏതായാലും 99.5% ജോലി കിട്ടിയ പോലെ തന്നെയാ എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ ചിരിക്കുകയാ. എനിക്ക് ശരിക്കും സന്തോഷമായെന്ന് നിധി പറയേ. സൂപ്പർ, ആ കൈ തന്നെയെന്ന് പറഞ്ഞ് സുധീഷ് അവൾക്ക് ഷേക്ക് ഹാൻഡ് നൽകുകയാ. പിന്നീട് അവൻ അവളെ ഹഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഏയ് എന്താ ഇതെന്ന് നിധിയും. അല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഹഗ്, ഈ കോളേജിലെ ഫ്രണ്ട്സും ഓഫീസിലെ സുഹൃത്തുക്കളും ഒക്കെ സന്തോഷം കാണിക്കാൻ വേണ്ടി ചെയ്യില്ല, അതുപോലൊരു ഫ്രണ്ട്ലി ഹഗ് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധി അവനെ ദേഷ്യത്തോടെ നോക്കി ആലോചനയോടെ നിൽപ്പാ. അതിനിപ്പോ ആലോചിക്കുന്നത് എന്തിനാ, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഹഗ് അല്ലേന്ന് സുധീഷ് ചോദിക്കേ. നിധിയും ചിരിയോടെ തലയാട്ടിക്കൊണ്ട് സുധീഷിനെ ചേർത്ത് പിടിക്കുക. സുധീഷും സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവൾ പോവാമെന്ന് ചോദിക്കേ അവൻ ഡോർ തുറന്നു കൊടുക്കുകയാ. അവൾ കാറിലേക്ക് കയറി കഴിയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുകയാ.
അവിടെ സുഭാഷ് വീട്ടിൽ തുണിയിളക്കി വിരിക്കുമ്പോഴാണ് സുഭാഷിന്റെ മൊബൈലിലേക്ക് ബയ്യയുടെ കോൾ വരുന്നത്. സുഭാഷിട്ടൻ ഇറങ്ങിയില്ലേ? ഉച്ചയ്ക്കൊരു സൈറ്റ് നോക്കാൻ പോണമെന്ന് പറഞ്ഞല്ലോ എന്നയാൾ ചോദിക്കേ, ഞാനേ വേഗം തന്നെ ഇറങ്ങാം, കുറച്ച് പണി തീർക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുഭാഷ് കോൾ കട്ട് ചെയ്യുക. അവൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെന്ന് സ്റ്റൗവിൽ വെച്ച കറി വേവ് നോക്കുമ്പോഴാണ് അടുക്കള വാതിൽ വഴി അങ്ങോട്ടെത്തിയ സുനന്ദ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നു. ഒരു ഞെട്ടലോടെ അവൻ നോക്കുമ്പോഴേക്കും കാണുന്നത് തന്നെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന സുനന്ദയാണ്. സുനന്ദേ നീ എന്നൊരു അമ്പരപ്പോടെ അവൻ ചോദിക്കേ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് സുനന്ദ വാ എന്നവൻ വിളിക്കേ. സുനന്ദയും അകത്തേക്ക് കയറി ചെന്ന് ടെൻഷനോടെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്, സംശയിക്കേണ്ട, എന്റെ കല്യാണം കഴിഞ്ഞു ദാ എന്ന് പറഞ്ഞ് തന്റെ താലി കാണിച്ചു കൊടുക്കുക. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചല്ല, പെട്ടെന്ന് നിന്നെ ഇവിടെ കണ്ടപ്പോ. എന്ത് ഈ സമയത്തെന്ന് സുഭാഷ് ചോദിക്കേ. നാളെ ഞാനും അശ്വിനും അങ്ങോട്ട് പോകും. ഞങ്ങളെ കൊണ്ടുപോവാൻ അശ്വിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരും. പോകുന്നതിന് മുമ്പ് സുഭാഷ് ഏട്ടനെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. ഇനി ഇങ്ങനെ അടുക്കളവാതിൽ വഴി ഇടയ്ക്കിടെ ഓടി വരാൻ കഴിയില്ലല്ലോ പറഞ്ഞവൾ സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടാ കൂയ് എന്ന് വിളിച്ച് കോളേജിൽ പോയ നികേഷ് വീട്ടിലേക്ക് വരുന്നത്. നീ വന്നത് വീട്ടിലറിയോ അതോ പറയാതെ വന്നതോ? ഇനി അറിയുമ്പോ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കേ. ഞാൻ ഇങ്ങോട്ട് വരുന്നു വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാ വന്നത് എന്ന് സുനന്ദയും പറയേ. സുഭാഷ് ടെൻഷനോടെ നിൽപ്പാ. ആ സമയത്താണ് ഡൈനിങ് ഹാളിലേക്ക് എത്തിയ നികേഷ് അടുക്കളയിലെ സംസാരം ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കുന്നത്. സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമ്മൾ കാണില്ലെന്ന് സുനന്ദ പറയേ. കല്യാണമൊക്കെ കഴിഞ്ഞില്ല, എവിടെയായാലും നീ സുഖമായിട്ടിരിക്കണം, സന്തോഷമായില്ലേ ഇപ്പോ എന്ന് സുഭാഷും സങ്കടത്തോടെ ചോദിക്കുക. അത് കേൾക്കെ സുനന്ദയും സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽപ്പാ. ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കായിരുന്ന നികേഷും പെട്ടെന്ന് തന്നെ ബാഗ് അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സുധീഷ് ഏട്ടനെ വിളിക്കുകയാ. നികേഷിന്റെ കോളാണെന്ന് കണ്ട് കാർ ഓടിക്കായിരുന്ന സുധീഷും സൈഡ് ഒതുക്കി നിർത്തി മൊബൈൽ ലൗഡിലിട്ട് കോളെടുത്ത്, പറയട നികേഷേ എന്ന് പറയേ. ഇവിടെ ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുക, അത് പറയാനാ വിളിച്ചേ എന്ന് നികേഷും പറയുന്നു. നീനോ? എന്ത് സീൻ എന്ന് സംശയത്തോടെ സുധീഷ് ചോദിക്കേ. എന്താ നികേഷേ പ്രശ്നം എന്ന് നിധിയും. ആ ഏട്ടത്തി ഉണ്ടോ കൂടെ? ഞാൻ കോളേജിൽ നിന്ന് വന്ന് കേറിയതേ ഉള്ളൂ, അപ്പോ നമ്മുടെ വീടിന്റെ അടുക്കളയിൽ സുനന്ദ വന്ന് നിൽക്കുന്നു എന്നവൻ പറയുന്നത് കേൾക്കേ. അമ്പരപ്പോടെ സുനന്ദയോ എന്ന് സുധീഷും. അതെ സുധീഷ് ഏട്ടാ, അവളും സുഭാഷ് ഏട്ടനും അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് നികേഷ് പറയേ. അതെന്തിന് എന്ന് സുധീഷും. അതൊക്കെ എനിക്കറിയാമോ, ഇനി അതും കണ്ട് വല്യച്ഛനും അമ്മായും വന്നാൽ അറിയാലോ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷിനെയും നിധിയെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.